അഡ്വക്കേറ്റ് ഹരിശങ്കർ നമുക്കൊപ്പമുണ്ട്. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഒപ്പം കാർഷിക സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. അഡ്വക്കേറ്റ് ഹരിശങ്കർ, ഈ മേഖലകളിലൊക്കെ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. നമുക്ക് ഈ കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ പലതരത്തിൽ ബാധിക്കുകയാണ്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾക്ക്, താങ്കൾ പ്രതിനിധീകരിക്കുന്ന കാർഷിക ബാങ്ക് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. കാർഷിക വിളകളുടെ നാശനഷ്ടമാവട്ടെ, അല്ലെങ്കിൽ തൊഴിൽ മേഖലയുടെ നഷ്ടമാവട്ടെ, എന്താണ് ചെയ്യാൻ കഴിയുക? ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരിഗണനയിൽ വരുന്നുണ്ടോ? ഇവിടെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കാർഷിക മേഖലയെ ഈ ചൂട് വലിയ നിലയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നെൽകൃഷി, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ വെറ്റില കൃഷി, പച്ചക്കറിയുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവുന്ന വാഴ കൃഷി, ഈ കൃഷികളെ വളരെ പ്രതികൂലമായ നിലയിൽ ഇപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഈ ചൂടും, കടുത്ത വേനൽ ചൂടും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു 27-28 ഡിഗ്രി സെൽഷ്യസ് ആയാൽ തന്നെ പതിര് വന്ന് പാല് വറ്റി വന്ന ഈ നെൽക്കതിര് ഉണങ്ങിപ്പോകുന്ന സ്ഥിതി ഇപ്പൊ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ലിനെ ഇപ്പോ പ്രധാനമായിട്ടും നെല്ലിന്റെ ഇല അവിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും വിതയ്ക്കുന്ന നെൽവിത്തുകൾ എന്ന് പറഞ്ഞാൽ മനുരത്ന, ഉമ, പൗർണമി എന്നീ വിത്തുകളാണ്. അതില് മനുരത്നയ്ക്ക് 90 ദിവസമാണ് വേണ്ടത്. ഉമ, പൗർണമി വിത്തുകൾക്ക് 120 ദിവസമാണ് വേണ്ടത്. ഇപ്പോ ഈ അപ്പർ കുട്ടനാട്, അതുപോലെ തന്നെ ഓണാട്ടുകര പ്രദേശത്ത് ഉമ, പൗർണമി വിത്തുകളാണ് വിതച്ചിട്ടുള്ളത്. അതിപ്പോ ഒരു 90 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 90 ദിവസം കഴിഞ്ഞ് ഇത് കിളിച്ചു വന്ന് നെല്ല് ഉറവായി നെല്ലാകാൻ പരുവത്തിനാണ് ആകുന്ന സമയത്താണ് ഇപ്പൊ ഈ ഉണക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണക്കടിക്കുന്ന ഉടനെ ഇത് പതിരായി പോവും, ഇത് ഉണങ്ങി കരിഞ്ഞു പോവും. ചുവട്ടിലെ വെള്ളം ഉണ്ടെങ്കിലും ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം മുകളിൽ നിന്ന് അടിക്കുന്ന ചൂട് ഈ നെല്ലിന്റെ ഇലകളെ അവിയിക്കുകയും ഈ പാൽക്കുടം പോലെ വരുന്ന ഈ നെല്ല് ഇങ്ങനെ നെല്ല് കതിരായി വരുന്ന ആ സമയത്ത് ഈ കഠിനമായ ചൂട് വരുന്നത് കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, പച്ചക്കറിയുടെ കാര്യത്തില് ചീര, പാവൽ, പയർ ഇതൊക്കെ ഇപ്പൊ കൃഷി ചെയ്യുന്നതിനെ ഈ ചൂട് വലിയ നിലയിൽ ബാധിച്ചിട്ടില്ല. പക്ഷെ വാഴയെ ഈ ചൂടിങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ വാഴ കൊലയൊടിയുകയും അതുപോലെ തന്നെ വാഴ തന്നെ പകുതി വെച്ച് ഒടിഞ്ഞു പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന്റെ ഇലകൾ കരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ ചൂട് വന്നാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇത് ബാധിക്കാത്തത് ഇപ്പോ കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷിയെ ഈ നില ഇത്ര ഒരു 30-32 ഡിഗ്രി സെൽഷ്യസ് ഒന്നും വന്നാൽ ബാധിക്കില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ കൃഷിയെയും പ്രതികൂലമായി ബാധിക്കത്തക്ക നിലയിലാണ് ഈ ചൂടിപ്പോ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PIP കനാൽ വഴിയും KIP കനാൽ വഴിയും വെള്ളം തുറന്നു വിട്ട് ഈ കൃഷികളെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സഹായം സമയബന്ധിതമായിട്ട് ഗവൺമെന്റ് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചെവിട്ടിൽ വെള്ളം നിന്നതുകൊണ്ട് മാത്രം ഫലം കിട്ടണമെന്നില്ല. മുകളിൽ നടിക്കുന്ന ചൂട് ഏത് വെള്ളം മേളോട്ട് വന്നാലും ഈ ചൂട് അതിനെ കരിയിച്ച് കളയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുവട്ടിൽ വെള്ളം ഉണ്ടായിട്ടും പ്രയോജനമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓണം ലക്ഷ്യമാക്കിയിട്ടുള്ള വാഴയെ ഏറ്റവും പ്രതികൂലമായി, വാഴ വെള്ളം ലഭ്യമാകുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വാഴ കൃഷി നടത്തുന്നത്. പക്ഷേ മേളിൽ നിന്നുള്ള ചൂട് താങ്ങാനാവാതെ വന്നാൽ വാഴ കൊലയൊടിയുകയും വാഴ ഒടിഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യം നാളുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, അഡ്വക്കേറ്റ് ഹരിശങ്കർ, താങ്കൾ ഒന്ന് തുടർ